F-16 പോർ വിമാനങ്ങൾ വീണ്ടും വാർത്തയിൽ നിറയുകയാണ്. പുൽവാമയിൽ ബലാക്കോട്ട് തിരിച്ചടി വന്നപ്പോഴാണ് F-16 പോർ വിമാനങ്ങൾ നേരത്തെ വലിയ ചർച്ചയായത്. പാകിസ്ഥാന്റെ F-16 പോർ വിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തെറ്റാണെന്ന് പറഞ്ഞ അമേരിക്കൻ മാധ്യമത്തെ തള്ളി US പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിവില്ലെന്നും പാകിസ്ഥാന് നൽകിയ F-16 നഷ്ടമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും പെന്റഗണിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള F-16 വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും തങ്ങൾ കൈമാറിയ എല്ലാ വിമാനങ്ങളും പാകിസ്ഥാന്റെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടെന്നും മാഗസിൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പാകിസ്ഥാന് നൽകിയ F-16 നഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നത് തങ്ങൾക്ക് അറിവില്ലെന്നാണ് പെന്റഗണിൽ നിന്നും ഇപ്പോൾ വരുന്ന ഔദ്യോഗിക സ്ഥിരീകരണം. പാകിസ്ഥാന്റെ F-16 പോർ വിമാനം തകർത്തെന്ന ഇന്ത്യയുടെ വാദം തെറ്റാണെന്ന് പറഞ്ഞ അമേരിക്കൻ മാധ്യമത്തെ തള്ളി ഇന്ത്യൻ വ്യോമസേനയും രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ F-16 വെടിവെച്ചിട്ടുവെന്നും ഇതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ നൌഷേര മേഖലയിലാണ് F-16 വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്ന് എയർ സ്റ്റാഫ് അസിസ്റ്റന്റ് ചീഫ് എയർ വൈസ് മാർഷൽ RGK കപൂർ പറഞ്ഞു. വ്യോമാക്രമണം നടന്ന ഫെബ്രുവരി 27-ന് അവരുടെ വിമാനം തിരിച്ചെത്തിയിട്ടില്ലെന്ന കാര്യം പാക് വ്യോമസേനയുടെ റേഡിയോ ആശയവിനിമയത്തിലും വ്യക്തമാണ്. വിമാനങ്ങളിൽ നിന്നുള്ള ഇജക്ഷൻ സംബന്ധിച്ച ഇലക്ട്രോണിക് സിഗ്നേച്ചറുകളിലും പാകിസ്ഥാന്റേത് F-16 ആണെന്ന വിവരമുണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ F-16 ഉപയോഗിച്ചതിന് തെളിവായി അന്ന് വിക്ഷേപിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അമ്ര മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുകയും അഭിനന്ദൻ വർദ്ധിയ MiG-21 ബൈസൺ വിമാനം പാകിസ്ഥാന്റെ F-16 വെടിവെച്ചിട്ടതായും വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു. പാകിസ്ഥാന്റെ F-16 പോർ വിമാനം തകർന്നു വീഴുന്നത് താൻ കണ്ടെന്ന് വിംഗ് കമാൻഡർ അഭിനന്ദനും ഡീബ്രീഫിംഗിനിടെ വെളിപ്പെടുത്തിയിരുന്നു. F-16 വിമാനത്തെ താൻ കൃത്യമായി ലക്ഷ്യമിട്ടെന്നും R-73 മിസൈൽ വിമാനത്തെ ലക്ഷ്യമാക്കി അയച്ചെന്നും അഭിനന്ദൻ വെളിപ്പെടുത്തി. തുടർന്ന് F-16 വീഴുന്നത് കണ്ടെന്നാണ് അഭിനന്ദൻ വർദ്ധമാൻ ഡീബ്രീഫിംഗിൽ പറഞ്ഞത്. എന്തായിരിക്കും ഇനി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശയക്കുഴപ്പങ്ങൾ? ഇതിനൊരു വ്യക്തതയുണ്ടാകുമോ? വീണ്ടും F-16 വാർത്തകളിൽ നിറയുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.